ഗൈസ് എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഇതാണ് എൻ്റെ ദീപാവലി ഔട്ട്ഫിറ്റ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ നോർമലി ഇടൽ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത്തിരി കഷ്ടപ്പാടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ക്യാരി ചെയ്യാൻ. അപ്പോൾ ദീപാവലി ആയിട്ട് നമ്മുടെ ഓഫീസിൽ ഒരുപാട് സ്വീറ്റ്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ നോക്ക്, കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ ദീപാവലി സ്വീറ്റ്സ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സ്വീറ്റ് ഇതാ ഈ ഒരു സ്വീറ്റാണ് കേട്ടോ. ഇതൊരു റോസ് പെറ്റൽസ് കവർ ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റാണ്. പക്ഷെ അത് കണ്ടോ, ഇതിൽ മാത്രമല്ല പല സൈസിൽ റോസ് പെറ്റൽസ് കവർ ചെയ്ത സ്വീറ്റ്സ് കണ്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദീപാവലിക്ക് ഞാനൊരൊറ്റ ബോക്സ്, ഈ ഒരു എൻ്റയർ ബോക്സ് ഫുൾ സ്വീറ്റ്സ് ഇരുന്ന് കഴിച്ചു തീർത്ത ആളാണ്. പക്ഷേ ഈ പ്രാവശ്യം ദീപാവലിക്ക് ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ ബാക്കിയുള്ളവർ കഴിക്കുന്നത് ഞാൻ കണ്ട് സമാധാനിക്കും. അതാണ് എൻ്റെ ഈ ഒരു ദീപാവലിയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ദീപാവലി എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഗൈസ്. നല്ല റോസ് പെറ്റൽസ് വിത്ത് എന്തോ ഒരു പേടയുടെയൊക്കെ സ്മെല്ല് ഗൈസ്. ഇതൊന്നും കഴിക്കാൻ പറ്റാണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല ഗൈസ്. ഇന്ന് നമ്മളുടെ ഓഫീസിൽ ദീപാവലി സെലിബ്രേഷൻ ആണ് ഗൈസ്. അപ്പോൾ ദീപാവലി സെലിബ്രേഷന് നമ്മൾ ഓണം സെലിബ്രേഷൻ പോലെ തന്നെ ഒരുപാട് ഗെയിംസും ഒരുപാട് ഫൺ ആക്ടിവിറ്റീസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെയും ഹണിയുടെയും റോക്കി ബായുടെയും റോളെക്സിൻ്റെയും മൂവാനയുടെയും വക ഹാപ്പി ദിവാലി.